മനസ്സിലായില്ലേ? നേരെ പോണ വഴി കൂടി മാത്രം സംസാരിച്ചാ മതിയേ. നീ എന്നില്ലേ? ഞാൻ പ്രോ ഡ്രൈവറാണ് ഇപ്പൊ. കണ്ട് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൃന്ദ അർജുൻ. ഗൈസ്, അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം വർഷ ഇനി എത്തിയിരിക്കാണ് ഗൈസ്. നീ എവിടെയായിരുന്നു ഇത്ര നാളും? കല്യാണം കഴിഞ്ഞോണ്ട് നമ്മുടെയൊക്കെ കല്യാണം കഴിഞ്ഞോണ്ട് കേട്ടോ. അത് മാത്രല്ല, നമ്മുടെ വർഷ മാത്രല്ല, നമ്മുടെ വർഷയുടെ ഹസ്ബൻഡ് ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് അങ്ങ് ബാക്കില്. അവൻ പറഞ്ഞു ഇതാണ് ഇവൻ അമൽ, നമ്മുടെ അമൽ. അങ്ങനെ അമൽ ഖത്തറിൽ നിന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ വർഷ അതാ പുറത്തേക്ക് ചാടിയിരിക്കുകയാണ്. എവിടെയായിരുന്നു ഇത്ര നാളെ നീ? പനിയാ? പനി ഉണ്ടായിരുന്നു. നീ എല്ലാരും പറയണ് നിന്നെ ഞങ്ങള് കൂട്ടണില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. കമ്പനി നിർത്തി വർഷ ചേച്ചി ഗൈസ്, ഞാനായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതല് എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ വിളിക്കുന്നത് ഞാനാണ്. പക്ഷെ എന്നാലും ഇവള് മൈൻഡ് ആക്കൊന്നുമില്ല. നമുക്ക് തിരക്കേറിയ ഒരു ജീവിതമായിരുന്നു വർഷയുടെ. അത് തന്നെ. അപ്പൊ ഗൈസ്, ഇവിടെ തീറ്റ മത്സരം ഇവിടെ ചക്ക വറുത്തത് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ ഒന്നും. നോ, നമ്മൾ മാത്രല്ല, കാർത്തിയും നമ്മുടെ അദ്വൈതമായിട്ട് നമ്മളിപ്പോ അവരെ കാണാൻ വേണ്ടിട്ട് മാറി കേട്ടോ. അവരെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മള് കുമ്പളങ്കി പോയി നമ്മൾ കവല കാണാൻ പോവാണ്. കവല കണ്ടാ മതിയായിരുന്നു. ഞാനേ പേടിയാടിയിരിക്കും സംസാരിക്കാൻ. ഗൈസ്, ബാക്കിൽ ലൈറ്റ് ഒക്കെ പോവുകയാണ്. നിനക്ക് മിസ് ചെയ്തോ ഞങ്ങളെ? മിസ് ചെയ്തില്ല. നിനക്ക് ആരാന്ന് ഉള്ളിലുണ്ടെന്ന്. വർഷയുടെ ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് ശരിയാ. നമ്മുടെ കൂട്ടത്തില് എവിടെ വിളിച്ചാലും അയ്യോ 6 മണിക്കുള്ളിൽ വീട്ടിൽ കയറണം എന്ന് പറയുന്ന ഒരാളാണ് വർഷ. നമ്മളൊക്കെ കുടുംബത്തിൽ പറക്കാത്തല്ലേ? നമ്മളൊക്കെ റിസ്ക് എടുക്കും വീട്ടിൽ കള്ളം പറഞ്ഞിട്ട്. ഞാനല്ലേ ഫോട്ടോ വെച്ച് പോണെന്ന് പറഞ്ഞിട്ട് അതിരമ്പള്ളി അങ്ങനെ അന്നെന്ത് സീൻ. എന്നിട്ട് നീയൊക്കെ കൂടെ രാമുട്ടാ ഞങ്ങൾ അതിരമ്പള്ളി പോയിട്ട് കുളിച്ചിട്ടാ. അതിരമ്പള്ളി പോയിട്ട് കുളിച്ച ഏഴാറ്റുമുഖം അതെ വളയ്ക്കുന്ന സമയത്തും നമ്മള് കഥയൊക്കെ പറയൂട്ടെ. ഇപ്പൊ നമ്മള് ദിവസല്ലേ ഏഴാറ്റുമുഖത്ത് പോയിട്ടാ. എന്നിട്ട് ഇവളുണ്ടല്ലോ, ഞാൻ അമ്മേനോട് പറയണ്ടാ പോയതേ, കൊട്ടുവച്ചി പോണെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അമ്മയാണെങ്കിൽ അന്ന് ഒടുക്കത്ത് മഴയുള്ള ദിവസം കേട്ടാ. അമ്മയാണെങ്കിൽ വിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളെ. കള്ളം പറഞ്ഞിട്ടാണ് പോയത് കേട്ടാ. ഇവള് പിന്നെ വരൂലല്ലോ, അങ്ങനത്തെ സീനായിരുന്നു. എന്നിട്ട് ഞങ്ങള് പോയി അടിച്ചു പൊളിച്ചൊക്കെ വന്നിട്ട് ഞാൻ കുളിച്ച ഡ്രസ്സില്ലേ അതിരമ്പള്ളിയില്ലേ ഏഴാറ്റുമുഖത്തെ വെള്ളത്തിൽ ഇറങ്ങി കുളിച്ച ഡ്രസ്സ് ഒരാവശ്യമില്ലാണ്ട് വീട്ടിൽ വന്ന് കൊടുത്തേക്കണ്. ഞാൻ ആ സമയത്ത് കുളിക്കാൻ കയറിയേക്കണായിരുന്നു. നനഞ്ഞ ഡ്രസ്സ് എങ്ങനെ വന്നു ഇവിടെ കൊണ്ട് കൊടുത്ത്, അതും വരാത്ത ഇവള് വീട്ടിൽ വന്നിട്ട് എന്നാ എന്റെ വൃന്ദാടാ കരിമ്പനടിക്കുന്നു പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത്. സ്നേഹം കൊണ്ടാ പണ്ട് മുതലേ പണിയരും. എന്തിനാടി പാവന് എങ്ങനെയുണ്ട്? സിഗ്നൽ ഒന്നും ഇല്ല ഇവിടെ. നമ്മളുടെ ഇഷ്ടമാണ്. പിന്നെ ഓടിയോളും അതല്ല, നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. താങ്ക് യു ചേട്ടാ. ചേട്ടാ ഒന്ന് നിക്കട്ടാ. എന്താടാ നമ്മള് എങ്ങോട്ട് കുമ്പളങ്ങിക്കാണോ പോണത്? ഏത് വഴിയാണ് മാപ്പൊക്കെ? ഒറ്റ വിളങ്ങോടും. ഏതാ പള്ളി
രാമൂട്ടാ ആ മതി. കണ്ണൂര് വീടാണ്, ഇവിടെ സ്വന്തം വീട്ടിൽ പോകാനുള്ള വഴി അറിയില്ല. കണ്ണൂർ എത്തിക്കഴിഞ്ഞു അവിടെ ചെന്നിട്ട് സ്വന്തം വീടിന്റെ സ്വന്തം വീട്ടിൽ ചെന്നിട്ട് സ്വന്തം നാട്ടിൽ ചെന്നിട്ട് വീട്ടിലേക്കുള്ള മാപ്പ് ഇടും. ആ മോതലാണ് ബാക്കി. ക്രേസ് ആണ്, പുതിയ ബിസ്ക്കറ്റ് ആണത്. വേറെ എന്ത് ബാക്കിൽ അടിക്കണം? നീ കവരാൻ കിട്ടണ്ടാ? എവിടെ? ചുമ്മാ അടിക്കലാണ്, ചുമ്മാ അടിക്കാൻ. വർഷമാണ് തള്ളിന്റെ ആശാത്തിയാണ്. ഒരു സാധനം കണ്ടിട്ടില്ല, ആകെ കണ്ടിട്ടുള്ള സ്റ്റേഡിയമാണ്. ലുലു വാളും അവളുടെ ട്രിപ്പ് പോലെ ഉണ്ട്. വർഷം ഇറങ്ങും പുറത്തു പോവാ ലുലു, അവിടെ ചെന്ന് ഫുഡ് അടിക്കുക. അതേ കൂടി വന്നു കഴിഞ്ഞാൽ സ്റ്റേഡിയം. ഇപ്പൊ സ്റ്റേഡിയം ഇഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒരു വീട് വീട്ടിൽ കൂടണം, ഫുഡൊക്കെ വെച്ച് എല്ലാവരും കമ്മ്യൂണിറ്റി ചെയ്യണം. അതാണ് ഇവിടെ ഉണ്ടല്ല. പണ്ട് നമ്മുടെ ടിക്ടോക്കിൽ ഒരു വീഡിയോ വൈറലായപ്പോ നമ്മുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നിട്ടാ. ആ ഇന്റർവ്യൂല് ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് ചോദിച്ചപ്പോഴാണ് വീടിന്റെ മുന്നിലുള്ള മതിലെന്ന്. ആ ഇന്റർവ്യൂ എന്നോട് ടിക്ടോക്ക് കൂടി. സംഭവം പബ്ലിഷ് ചെയ്തിട്ടോ, അത് എപ്പോഴും ഉണ്ട്. ഞാൻ വിചാരിച്ചതാണ് ആദ്യം ഈ വഴി എടുക്കാന്ന്, പിന്നെ എന്റെ മനസ്സങ്ങോട്ട് ഇത് പള്ളിമുക്കിന്റെ അയ്യോ പ്രസാദ് എടി അത് ഒരെണ്ണം പോലും ഞാൻ കഴിച്ചിട്ടടി. അന്ന് ഊരിയ വെപ്പൊലിന്റെ അലൈനറാണ് ഗൈസ്. 99 രൂപ സ്റ്റാർട്ടിങ്. വെച്ചോ അത് തിന്നോണ്ടിരിക്കുവാനാ. കാർഡ് കൊടുക്കാം. ഗ്യാസിനോ ഷോപ്പ് ഇവിടെ ലൈറ്റൊക്കെ കത്തുകൊണ്ട് കുഴപ്പമില്ലല്ലേ, കാണാൻ പറ്റും വഴി. അത് ശരിയാ, ഒരു ഊഹത്തിലൊക്കെയാണ് ഓടിക്കണം. മാറിക്കോട്ടെ. പ്രാർത്ഥിക്കണം. വെള്ളം വേറെ വയറിളക്കം പിടിക്കൂട്ടാ. തേങ്ങ എടുത്ത് തിന്നി. എനിക്ക് വേണ്ട തേങ്ങ ഇടനീരുണ്ട്. ആ തേങ്ങ പൊതിച്ചിട്ടാ ഞാൻ ബാക്കിലോട്ട് അറിയാം. പിടിക്കണേ നോക്കണേ. പ്രാന്താണ് ഗൈസ്. എത്ര നാളെ കണ്ടിട്ട് ചക്കടപ്പഞ്ഞ. അയ്യോ സിഗ്നൽ ആയതിന്റെ ഭാഗ്യം. അവര് തുരത്തില്ലേ? സീകളില് ഗൈസ്. അപ്പൊ നമ്മൾ സീകളിൽ പോകുന്നാണ് തോന്നുന്നത്. ഇവരുടെ ബാക്കിലുള്ളവർ സീകളിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. സീകളിൽ എനിക്ക് ചെമ്മീൻ റോസ്റ്റ് കഴിക്കാൻ തോന്നുന്നു. ചൊറിച്ചിൽ എനിക്ക് പലപ്പോഴൊക്കെ സീ ഫുഡ് കഴിക്കുമ്പോ ചൊറിച്ചിൽ ഉണ്ടാവാറുണ്ട്. ബീഫിന്റെ മണോടിച്ചാണ് ഇവക്ക് സത്യം പറഞ്ഞ. അന്ന് എന്താ പറയാ, കുഴിമന്തിയാണ് ഫേവറേറ്റ് ഫുഡ്. കഞ്ഞിയും തൈരും അല്ലെങ്കിൽ ചോറും തൈരുമ്പോ എപ്പോഴും ഞാൻ കൂട്ടും. അതേ കൂട്ടുള്ളൂ. കുഴിമന്തിന് അതൊക്കെ കുഴി ഉണ്ടാക്കി കുറച്ച് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് പോകും. വീട്ടിൽ പോയിട്ട് ചോറും തൈരും. ഗൈസ് നിങ്ങൾ ഈ വർത്താനമല്ല മിസ് ചെയ്തത്, ഞങ്ങളും. വേറെ എന്താ ചോദ്യം ഉണ്ടായിരുന്നു അന്ന് എന്തൊക്കെയോ വേറെ ചോദ്യം ഉണ്ടായിരുന്നു. നിനക്കറിയാം വല്ലതും? ഞാൻ നിന്നോട് ചോദിക്കട്ടെ. അപ്പൊ ഗൈസ് ഞാൻ ഇവരോട് ഹൂ നോസ് മീ ബെറ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. അറിയോ നോക്കാം. 2021 2020. അതെ 2021 വരെ ആള് നമ്മുടെ കൂടെ ഉണ്ടായുള്ളൂ. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവർ. ഇഷ്ടമാണ് പൂവ് കണ്ടുകഴിഞ്ഞാൽ പറിച്ചു കളയും. ആ സ്വഭാവം എനിക്ക് ഇവിടെ പഠിപ്പിച്ചത്. ഈ പ്രകൃതിനോട് സ്നേഹമില്ലാണ്ട് ഞാൻ വെള്ളം നോക്കില്ലല്ലോ എല്ലായിട്ട്. പൂവ് കാണുമ്പോ ഞാൻ പറിച്ചെടുക്കും. കോളാമ്പില്ലേ, ഒരു മഞ്ഞ കോളാമ്പി. മഞ്ഞക്കോളാമ്പി ചുവന്നോളാമ്പി. മഞ്ഞക്കോളാമ്പി എടുത്തിട്ട് ഞാൻ അതിന്റെ ഭംഗി കണ്ടെടുക്കും. ഈ വർഷം ഞാൻ എന്ത് ഭംഗി കണ്ടെടുത്താലും അത് നശിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ കാണിക്കും. മറ്റേ പൂവില്ലേ, പൂവിന്റെ ഇങ്ങനെ പൊട്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യും. അപ്പൊ എന്റെ ഇഷ്ടപ്പെട്ട പൂ കോളാമ്പി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ്
പറയടി. മൂന്നാറായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മൂന്നാറായിരുന്നു. ആയിരുന്നല്ല, പക്ഷെ മൂന്നാർ ഇപ്പൊ പോയതുകൊണ്ട് അതെന്താന്നറിയോ, എനിക്ക് മര്യാദ കാണാൻ പറ്റുള്ള ഈ മിറർ അപ്പുറത്തേക്ക് തിരിച്ചു വെച്ചേക്കുന്നു. വേണ്ടടാ, എനിക്കിഷ്ടല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം ബാലിയാണ്. പോയടന്നു മൂന്നാറവണ്ട. ബാലി പോയിട്ടില്ല, പോണെന്നാണ് ആഗ്രഹം. പോയതിൽ എനിക്ക് ഇഷ്ടം മൂന്നാറല്ലേ, അതാണ് ഉദ്ദേശം. ഓണം കൃത്യം മൂന്നാർ വരെ പോയിട്ടുള്ളൂ, മനസ്സിലാവും. ദുബായ് പോയിട്ടുണ്ടല്ലോ. ആ ശരിയാണല്ലോ. എനിക്ക് ആർത്തി ഇങ്ങോട്ടേക്ക് കയറും അപ്പൊ വണ്ടിയിലോട്ട്. അല്ല അവളെ അവിടെ കേട്ടിരുത്തു. അതെ, നമ്മളെ ബോയ്സ് ഒക്കെ ബാക്ക് ചെയ്താ മതി, നമ്മൾ ഓടിച്ചോളാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് പറയടി. പൈനാപ്പിൾ ജ്യൂസ്. പൈനാപ്പിൾ. യെസ്, ഐ ലവ് പൈനാപ്പിൾ ഗൈസ്. ഐ ലൈക്ക് പൈനാപ്പിൾ വെരി മച്ച്. വർഷയുടെ അതിനകത്തൊരു കമന്റ് ആണ് കേട്ടോ, ആ കുരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാരും പൊട്ടിച്ചേനെന്ന്. കറക്റ്റ് ആണ്. ഇവളുടെ ഫേക്ക് അക്കൗണ്ടിന് ആ കുരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാരും വർഷ മിസ്സിങ്, വർഷ മിസ്സിങ്. അത്രയും മിസ് ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക്. എന്തിനാണ് ഇല്ല എടുത്തോ എന്റെ അമ്മേ. ആരെങ്കിലും ഒന്ന് നിർത്തിത്താ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ആരും പേടിക്കണ്ട. നിങ്ങൾ സേഫ് ആയിട്ട് എത്തിക്കുന്നതിന്റെ കാര്യം ഞാൻ സൈഡാക്കട്ടെ. അങ്ങനെ എത്തിരിക്കുന്നു. പല്ലില് ഊരട്ടെ, എന്തേലും തിന്നട്ടെ, വിശന്നിട്ടോ. എനിക്ക് ചക്ക വറുത്തത് പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ കുറച്ചോണ്ടിരിക്കും. ഞങ്ങളിവിടെ നിന്റെ വീടിന്റെ മുമ്പിലുണ്ട് ആ കട്ടിന്റെ വീടില്ലേ. അല്ല വീട്ടിൽ കയറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആന്റിനെ വിളിച്ച് പറയാനല്ലോ ഇവിടുത്തെ. അങ്ങനെ ഗായ്സ് ദാ കാർത്തിയും അദ്വൈതും എത്തിയേക്കാട്ടോ. അപ്പം നമ്മളിപ്പോൾ കുമ്പളങ്ങിയിലാണ് ഉള്ളത്. അപ്പോൾ ഇവരുടെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം വീട്ടിൽ ഇരുന്നിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് പോവുക. ഇതുവരെ പ്ലാൻ എന്താണെന്നൊന്നും സെറ്റായിട്ടില്ല. രാമുട്ട പറയുന്ന സീകളിൽ പോകാം ആൻഡ് കവര് കാണാൻ പോകാം എന്ന് അമൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. അങ്ങനെ ഗായ്സ് നമ്മൾ മാസങ്ങൾക്ക് ശേഷം നമ്മൾ മൂന്നുപേരും മാത്രമായിട്ട് കണ്ടിട്ട് തന്നെ ഒരുപാടായി. യൂട്യൂബ് എപ്പോഴും കണ്ടില്ലെങ്കിലും ചില കൂട്ടുകാരുണ്ട് ഒരുപോലെ. മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ ഞാനിപ്പോ ഇമ്പ്രൂവ് ആയില്ലേ, ഇപ്പൊ ഇമ്പ്രൂവ് ആയി. ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് എല്ലാരെയും കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്ലാനുകൾക്കുള്ളിൽ നമ്മൾ അവസാനം പോകാൻ തീരുമാനിച്ചേക്കുന്നത് കുമ്പളങ്ങി തന്നെയുള്ള ഹെറിറ്റേജ് മേത്താനം എന്ന് പറഞ്ഞ ഈ ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട്, മാത്രമല്ല ഇവിടെ ഭയങ്കര പ്രൈവസിയാണ്, അതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വരാമെന്ന് തീരുമാനിച്ചു. ബിക്കോസ് ലാസ്റ്റ് വീക്ക് കാർത്തിയൊക്കെ ഇവിടെയാണ് ഫാമിലി ആയിട്ട് വന്നത്. സോ ഇങ്ങോട്ടേക്കാണ് എത്തിക്കുന്നത്. നല്ലോണം അതിന് നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ നല്ല ലൈറ്റ് ഉണ്ട്, നല്ല റീലൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. നാളെ തന്നെ വന്നിട്ട് അവരെ കയ്യിലാക്കിയിട്ട് റീൽ എടുത്തിട്ട് പോകും. ദൈവമേ ഗൈസ് ഇതൊരു തീരുമാനമാവുമെന്ന് തോന്നുന്നില്ല. എല്ലാത്തിനും കൺഫ്യൂഷനാണ്. എന്ത് ചെയ്യണമെന്ന്, എവിടെ ഇരിക്കണമെന്ന്, എന്ത് ഓർഡർ ചെയ്യണമെന്ന്. അയ്യോ നമുക്ക് കായൽ തീരം കാണാം ഗൈസ്. കായൽ തീരം കൊള്ളാട്ടെ സ്പോട്ട്. നല്ല പ്രൈവസി ഉണ്ട്, കായലുണ്ട്, ലൈറ്റ് ഉണ്ട്. നീ പറയും ഞാൻ വെട്ടില്ല. നമ്മള് ഇപ്പൊ മീറ്റ് ചെയ്തിട്ട് 2 months ആയി. 2 months 1 month 1.5 month ആയിട്ട്. ഓ അതെന്താണ്, അത്രയും നാളായി നമ്മൾ കണ്ടിട്ട്. നമ്മൾ 3 പേരും കൂടിയിട്ട് ഒരുപാട് മാങ്ങാത്തുലി പറഞ്ഞി നീ നോക്കാതിലെടുത്ത്. എന്റെ സംസാരത്തിന് ഡബ് ചെയ്യണ വർഷം ഇവിടെ.
ഓക്കെ എന്ത് സാധനം ഒരു ഭാര്യക്ക് 2 ഭർത്താവുണ്ടായിരുന്നു. ഇല്ല ഗൈസ്, മുടി വെട്ടിയ സമയത്ത് സമന്തായിരുന്നു, ഇപ്പൊ സലീം കുമാർ. മനസ്സിലായില്ലേ സമന്ത സലീം കുമാറുള്ള സലീം കുമാർ കാണുമ്പോൾ അവസ്ഥ. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തു ഗൈസ് ഫുഡ്. നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? മിക്സ്ഡ് ഫ്രൈഡ് റൈസ്, പിന്നെന്താ ചില്ലി ചിക്കൻ, ചിക്കൻ 65, സെഷൻ നൂഡിൽസ്, സെഷൻ ചിക്കൻ, സെഷൻ ചിക്കൻ, ചില്ലി ചിക്കൻ ആൻഡ് ചിക്കൻ 65. ഇതൊന്നും ഓർഡർ മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് 6 പേരും കുറെ നാൾക്ക് അല്ലെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഫോട്ടോയ്ക്ക് ശേഷം ഇതുവരെ 6 പേര് കൂടിയിട്ടേ ഇല്ല. ഒരാൾ ദുബായിലാവുമ്പോ ഒരാൾ ഖത്തറിലാവും, ഒരാൾ ഖത്തറാവുമ്പോ ഒരാൾ കുമ്പളങ്ങിയിലിരിക്കും. ഫുഡ് വരാറായി, ഫുഡ് കഴിക്കാം ഗൈസ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡൊക്കെ വന്ന് ഇതിന് കഴിക്കുകയാണ് ഗൈസ്. അയ്യാ, എന്തിനാണ് അത്ര അഭിനയം? എന്തത് എന്നെ കൂട്ടാണ്ട് ആടുന്ന അങ്ങനെ മടി കറിക്കട്ടെ, മടി കറിക്കട്ടെ. ആടാൻ പറ്റില്ല, നീ ഞങ്ങളുടെ കാലുമേരിക്ക് ഇരിക്കാൻ പറ്റണം. ഒരാള് ഇരിക്കാൻ രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുന്നത് പോലെയല്ല. എന്നിട്ട് ഈ തടിച്ചേറി മനുഷ്യന് ഇരിക്കാൻ പറ്റില്ല, ചാർന്നിരിക്കണം. എന്നാ നീ കുറച്ചു മാറിയത് കാർത്തി, ഓരോരുത്തരാട്ടെ മാറി. മഴയാ കൊള്ളാലോ ഇവിടുത്തെ ആംബിയൻസ്. എന്നുവെച്ചാ ആരും ഇല്ലല്ലോ, നമ്മള് മാത്രം. ഭയങ്കര പ്രൈവസി. അവിടെ ഇരുന്നോ ആടിക്കോ. അപ്പൊ നിങ്ങളും വരൂ. എവിടെ? മേത്താനാ കൂരിട്ട്. നമ്മുടെ യൂട്യൂബർ വൃന്ദാർജുന ഊഞ്ഞാൽ കാണാൻ പോകുന്നു. നിന്റെ വീടൊന്നും വെച്ചെടുക്കാൻ അവിടെ പൂളിലേക്ക് ഇട്ടെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് ഗൈസ്. നമുക്ക് ഇനി ഹസ്ബൻഡ്സിന് എടുത്തോ. മുടി ഹാപ്പി ഹസ്ബൻഡ്. എന്താ കാർത്തി ഇത് ഇങ്ങനെയൊക്കെ എടുക്കണത്? കോഴി പറയും ഖത്തറിലെ വിശേഷങ്ങൾ. ഞങ്ങളുടെ പ്രശ്നങ്ങളും ശാന്തതമാണ്. അപ്പൊ ഞങ്ങള് പഴയ കാലത്ത് കുറച്ച് ഓർമ്മകൾ അയവറക്കുകയാണ്. അല്ലെ, അയവറക്കുകയാണ്. ഓക്കെ, വൃന്ദ പ്രശാന്ത് പറയൂ, എന്താണ് പഴയ കാലത്ത്? അതാണ് ക്യാമറ ഓൺ ആക്കി. പിന്നെ നമ്മൾ ഹലോ ഗൈസ്, അപ്പൊ ഇത്രയൊക്കെ ഉള്ളതാ വിശേഷം. അപ്പൊ ഗൈസ്, ഒരുപാട് നാൾക്ക് ശേഷം കണ്ടതിന്റെ സന്തോഷാണ് നമുക്ക്. അപ്പൊ വളരെ സന്തോഷമുണ്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വൃന്ദ പ്രശാന്ത് വർഷേനെ കാണാത്തതിന്റെ വിഷമായിരുന്നു എല്ലാവർക്കും. കുറെ പേര് വന്നിട്ടുണ്ടായി, കുറെ പേര് കമന്റ്. നമ്മളെന്തോ വർഷനെ കൂട്ടാത്ത പോലെ ആയിരുന്നില്ലേടി. ഇവിടെ ഇറങ്ങൂല. നീ ഇറങ്ങാത്ത കൊണ്ട് തന്നെയാണ്. പണിയുണ്ട്. എന്ത് പണിയാണ് താങ്കൾക്കുള്ളത്? എന്ത് പണിയാണ്? പണിയുണ്ട്, ശരിയാണ്. പക്ഷെ എന്ത് പണിയെന്നൊന്ന് പറയൂ. അതെ അതെ, വേർക്കണെന്തിനാ? മടി, നല്ല അസല് മടി. വേറൊന്നുമല്ല, പ്രായോ ഇന്ത്യന് വയസ്സായതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി വർഷനെ നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ എങ്ങനെയാലും കൊണ്ടുവരും. ഈ ഗേൾസ് സ്റ്റേക്കേഷൻ നമ്മൾ അടുത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ വരും എന്നൊക്കെ പറയുന്നുണ്ട്. വരുമോ? പിന്നെ സെറ്റ് ഗൈസ്.
അപ്പൊ ഗൈസ് ഇപ്പത്തേക്ക് ടാറ്റാ. അപ്പൊ നമ്മുടെ ഹസ്ബൻഡ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരെവിടെയെങ്കിലും ഇരിക്കട്ടെ, നമുക്ക് ഇവിടെ ഇരിക്കാം. നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പൊ ഗൈസ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.